ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരുവിൻ്റെയും ആകാശിൻ്റെയും താലികെട്ട് ചടങ്ങിന് ശ്രേയയും ഓഫീസിലുള്ള സ്റ്റാഫുകൾ എല്ലാവരും കൂടി വരികയാണ്. അങ്ങനെ ചാരുവിൻ്റെ ചെവിയിൽ ശ്രേയ സ്വകാര്യത്തിൽ പറയുകയാണ്, ഞാൻ ജീവിച്ചു തുടങ്ങേണ്ട വീട്ടിലാണ് നീ ജീവിക്കുന്നത്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ചാരുവിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രേയ എവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാവാണ്. ചാരു മനസ്സിൽ തീരുമാനിക്കുന്നത് ബാലമാമയോട് എല്ലാ സത്യങ്ങളും പറഞ്ഞ് ഇന്ന് തന്നെ ശ്രേയയുടെയും അക്കുച്ചേട്ടൻ്റെയും വിവാഹം നടത്തി കൊടുക്കണം എന്നൊക്കെയാണ് ചാരു മനസ്സിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ബാലൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, എന്താണ് മോളെ ചാരു, എന്താണ് മാഡം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ബാലമാമേ, വീടൊക്കെ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതാണ്. അത് കേട്ടപ്പോൾ ബാലൻ പറയണ, ഞങ്ങൾ ഓരോ പണികളും അത്രയും ശ്രദ്ധയോടു കൂടിയാണ് വീട് പണി നടത്തിയിട്ടുള്ളത്. ആകാശ്, നീ മേഡത്തെ കൂട്ടിക്കൊണ്ടുപോയി വീടെല്ലാം കാണിച്ചു കൊടുക്ക്. ആകാശിനാണെങ്കിലോ മനസ്സില്ലാ മനസ്സോടെ ശ്രേയയും കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആദ്യം തന്നെ പൂജാമുറി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആകാശ് നല്ല ഗൗരവത്തിലാണ് ശ്രേയയോട് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ശ്രേയ പൂജാമുറി കണ്ട ഉടനെ അവിടെ വിളക്ക് കത്തിച്ചിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ശ്രേയ പറയണം, ആകാശ്, നീ ചാരുവിനെ കല്യാണം കഴിച്ച് അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ശേഷം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഈ പൂജാമുറിയിലല്ലേ അവൾ വിളക്ക് കൊടുന്നു വെച്ചത്? അവൾ വന്നു കയറിയ ശേഷമാണ് ഈ വീടിന് വെളിച്ചം വെച്ചത് എന്നുള്ളത് നിന്റെ അച്ഛൻ പറഞ്ഞ് സന്തോഷിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ആകാശ് പറയണ, അന്ന് മാത്രമല്ല ഇന്നും ഇപ്പോൾ കത്തിച്ചു വെച്ചിരിക്കുന്ന ഈ വിളക്ക് ചാരു തന്നെയാണ് കൊളുത്തിയിട്ടുള്ളത്. ചാരു വന്ന ശേഷമാണ് ഈ വീടിന് വെളിച്ചം വന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ സന്തോഷിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ചാരു വന്ന് കയറിയ ശേഷം എനിക്ക് നല്ല സന്തോഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ശ്രേയയ്ക്ക് അത് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. അങ്ങനെ ആകാശ് പറയണേ, എന്നാ വരൂ നമുക്ക് മറ്റു ഭാഗങ്ങൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയയും കൂട്ടി ആകാശ് പിന്നെ നേരെ കിച്ചണിലേക്കാണ് ചെല്ലുന്നത്. അത് കണ്ടപ്പോൾ ശ്രേയ പറയണേ, കിച്ചൺ നന്നായിട്ടുണ്ട്. ആദ്യം ചാരു ഇവിടേക്ക് വന്ന് ആദ്യം കാച്ചിയത് പാലായിരിക്കുമല്ലേ? അതെ, പാല് കാച്ചുക മാത്രമല്ല ഇപ്പോഴും അവൾ തന്നെയാണ് പാല് കാച്ചുന്നതും ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും ഒക്കെ ചാരുവാണ്. ചാരുവിന് ഈ കിച്ചനാണ് അവളുടെ ലോകം. പിന്നെ ആകാശ് ശ്രേയയെ കൊണ്ടുപോകുന്നത് ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ ആകാശ് പറയണേ, ഇതാണ് എൻ്റെ റൂം എന്ന് പറഞ്ഞപ്പോൾ ശ്രേയ പറയാണ്, ഇപ്പോൾ ചാരുവിൻ്റെയും റൂം ഇത് തന്നെ ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആകാശ് ഒന്നും മിണ്ടുന്നില്ല. അതെന്താ ആകാശ് നീ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? ശരിക്കും പറഞ്ഞാലേ ഇത് നമ്മുടെ റൂം ആവേണ്ടിയിരുന്നതാണ്. നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് ഈ റൂമിൽ നിന്നാണ് ആരംഭിക്കേണ്ടിയിരുന്നത്. അത് കേട്ടപ്പോൾ ആകാശ് പറയണേ, അതിന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നുമല്ലല്ലോ ജീവിതം വരുന്നത്. ഇനിയിപ്പോൾ ജീവിതം എങ്ങനെയാണോ വന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു തുടങ്ങണം. അത് കേട്ടപ്പോൾ ശ്രേയ പറയണേ, എന്നെ കൊണ്ട് അങ്ങനെ സഹിക്കാൻ കഴിയില്ല, എന്നെ കൊണ്ട് അത് അംഗീകരിക്കാനും കഴിയില്ല പറഞ്ഞപ്പോൾ ആകാശ് ഒന്നും മിണ്ടാതെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പോവാൻ വേണ്ടി പോവാണ്. വാ പോവാം നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ എവിടേക്കാണാവോ ആകാശ് രക്ഷപ്പെട്ട് ധൃതി പിടിച്ച് പോകുന്നത്? ഞാൻ എവിടേക്കും ധൃതി പിടിച്ച് പോകുന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതം തേടി പോവുകയാണ്. നീയും ഇനി മുതൽ നിന്റെ ജീവിതം തേടി പൊയ്ക്കോളണം. ആകാശ്, എന്നെ കൊണ്ട് അതിന് ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പറയണേ, അങ്ങനെയാവുമ്പോൾ നീ ജീവിതകാലം മുഴുവനും ഒറ്റയ്ക്കാവും. നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് ആകാശ് അങ്ങ് പോവാൻ ഒരുങ്ങുമ്പോൾ ശ്രേയ പറയണേ, ആകാശ് നീ ഒന്ന് നിൽക്ക്. നീ ഇപ്പോൾ പറഞ്ഞല്ലോ നിന്റെ ജീവിതം എന്താകുമെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണാൻ കഴിയും. എന്താ നീ ഉദ്ദേശിച്ചത്? എന്താ നീ പറഞ്ഞു വന്നത്? നീ അത് മര്യാദയ്ക്ക് പറഞ്ഞോ? നീ എന്തോ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നീ എന്താണ് ഉദ്ദേശിച്ചത്? നീ അത് മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞ് ആകാശ് ശ്രേയയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അങ്ങ് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും അനു അവിടേക്ക് വരികയാണ്. ഏട്ടനെ അച്ഛൻ വിളിക്കുന്നുണ്ട്, സമയമായെന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ആകാശ് കൈ താഴ്ത്തുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വരാം, അനു നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അനുവിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ശ്രേയയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല ദേഷ്യത്തിൽ പകയോട് കൂടി നിൽക്കുന്ന ശ്രേയയെ കാണുമ്പോൾ ആകാശിന് മനസ്സിലാകുന്നുണ്ട് എന്തോ ഒരു പണി ഒപ്പിക്കാനാണ് ശ്രേയ വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ ശ്രേയ ഒന്നും അറിയാത്ത ഭാവത്തിൽ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ബാലൻ ചോദിക്കുകയാണ്, എന്താണ് മേഡം വീടൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ ശ്രേയ പറയണ, വീട് മുഴുവനും കണ്ട ശേഷം എനിക്ക് തോന്നിയത് ജീവിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു വീട്ടിലാണ് ജീവിക്കേണ്ടത്. അത് കേട്ടപ്പോൾ ശ്രേയ എന്തർത്ഥത്തിലാണ് ആ പറഞ്ഞത് എന്നുള്ളത് ആകാശിനും ചാരുവിനും ഗോവിന്ദനും ചാരുവിന്റെ ഫ്രണ്ട് അമൃതയ്ക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അവരങ്ങ് ഞെട്ടലോട് കൂടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രേയ പറയണ, അയ്യോ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ വീട് മുഴുവനും കണ്ടപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ബാലൻ പറയണേ, അതിന് ഞങ്ങൾ തെറ്റായിട്ടൊന്നും കരുതിയില്ലല്ലോ. വീട് കണ്ടപ്പോൾ മേഡത്തിന് ഇഷ്ടപ്പെട്ടു, അതിനെക്കുറിച്ചല്ലേ മേഡം പുകഴ്ത്തി സംസാരിച്ചത്. അപ്പോൾ രമേശൻ പറയണ, അത് ശരിയാണ്, നമ്മൾ എന്തെങ്കിലും ഭംഗിയുള്ളത് കണ്ടാൽ അതിനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ശ്രേയ പറയണ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ആകാശ് സാറിന് ഞാൻ ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ശിവ അതിങ്ങ് തരൂ എന്ന് പറഞ്ഞ് പിയോന്റെ കയ്യിൽ നിന്നും അത് വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആകാശും ശ്രേയയും ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോയാണ് കൊടുക്കാൻ പോകുന്നത് ഗിഫ്റ്റായിട്ട്.
എല്ലാവർക്കും മുന്നിൽ വെച്ച് അത് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് സന്തോഷിക്കാൻ വേണ്ടി. എന്നിട്ട് ആകാശിൻ്റെയും ചാരുവിൻ്റെയും ജീവിതം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രേയ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബാലൻ പറയണ, അല്ല ഈ ഗിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, അത് വേണ്ട, ഈ ഗിഫ്റ്റോട് കൂടി തന്നെ എല്ലാം മംഗളകരമായി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശ്രേയ അത് കൊടുക്കുന്നത്. എന്നിട്ട് ശ്രേയ പറയണേ, നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കുന്ന സമയത്ത് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ആ ഒരു കുറവ് ഞാൻ ഇതോടുകൂടി നികത്തുകയാണ്. നിങ്ങളുടെ രണ്ടാമത്തെ താലികെട്ട് ചടങ്ങിൽ ഞാൻ വരികയും നിങ്ങൾക്ക് ഇതുപോലെ ഒരു സമ്മാനം തരികയും ചെയ്യുകയാണെന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും കയ്യിൽ ആ ഒരു ഫ്രെയിം ചെയ്ത ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ശ്രേയ പറയണേ, നിങ്ങളുടെ ഈ ഫംഗ്ഷനിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആകാശ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചാരുവിനും ആകാശിനും ശ്രേയ എന്തോ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ശ്രേയ വീണ്ടും ഒരു ഗിഫ്റ്റ് കൂടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് രമേശൻ തുറന്നു നോക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓഫീസിലെ ഓരോ സ്റ്റാഫുകളും ആകാശിനും ചാരുവിനും ഓരോ സമ്മാനമായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ രമേശൻ ശ്രേയ കൊടുത്ത ആ ഒരു ഗിഫ്റ്റ്, രണ്ടാമത് കൊടുത്ത ഗിഫ്റ്റ് തുറന്നു നോക്കുന്ന സമയത്ത് രമേശൻ പറയണേ, ആകാശ്, നിനക്കും ചാരുവിനും ഊട്ടിയിൽ പോയിട്ട് ഒരു റിസോർട്ടിൽ താമസിക്കാനുള്ള ടിക്കറ്റാണിത്. അതാണ് ശ്രേയ മേഡം നിങ്ങൾക്കിപ്പോൾ തന്നിരിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ആകാശും ചാരു അങ്ങ് ഞെട്ടിപ്പോവാണ്. അമൃതയൊക്കെ ഞെട്ടിപ്പോവാണ്. ഇതിപ്പോൾ എന്താ, എല്ലാം അറിഞ്ഞുകൊണ്ട് എന്താണിത് സംഭവം, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അവരൊക്കെ നോക്കുന്നത്. അപ്പോൾ ബാലൻ അത് കേട്ടപ്പോൾ പറയണേ, എനിക്ക് പോലും ഇത് തോന്നിയില്ല. ആകാശിന് സസ്പെൻഷൻ കിട്ടിയപ്പോൾ പോലും എനിക്കിത് പറയാൻ തോന്നിയില്ല. എന്തായാലും മേഡം തന്നെ ഇതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തല്ലോ. എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി മേഡം എന്ന് പറഞ്ഞപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, അങ്ങനെ ഒരുപാട് സന്തോഷിക്കൊന്നും വേണ്ട. ഞാൻ ആദ്യം കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടാൽ എല്ലാവരുടെയും സന്തോഷം ഇതോടുകൂടി അവസാനിക്കും. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം ഇന്നത്തോടു കൂടി നിൽക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ഞാൻ തന്ന രണ്ടാമത്തെ സമ്മാനം വലിച്ചു കീറി ദൂരെ കളയും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ശ്രേയ നിൽക്കുന്നത്. അങ്ങനെ അതിൽ വയസ്സായ ഒരു സ്ത്രീ പറയാണ്, ബാല എന്ന സമയമായി, എന്ന ചടങ്ങുകളൊക്കെ നടക്കട്ടെ എന്ന് പറയണേ. അങ്ങനെ ചാരുവിനെ അവിടെ ഇരുത്തുകയാണ്. അപ്പോൾ ചാരുവിൻ്റെ അടുത്തേക്ക് അമൃത വന്ന് സ്വകാര്യത്തിൽ പറയാണ്, അല്ല ചാരു, നീ പറഞ്ഞ ഈ ശ്രേയയുടെ മനസ്സിൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള താല്പര്യമാണല്ലോ ഇപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ടൂറിസ്റ്റ് കേന്ദ്രം വരെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ വേർപിരിക്കാൻ നോക്കുന്നത്? എനിക്കെന്തോ തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചാരു പറയണ, അത് തന്നെയാണ് അമൃത എനിക്കും മനസ്സിലാവാത്തത്. ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പെട്ടെന്ന് മനസ്സ് മാറാൻ മാത്രം എന്താ ഉണ്ടായത് എന്ന് അറിയില്ല. ബാലമാമ പറഞ്ഞിരുന്നു, നമ്മളോടുള്ള ആ മേഡത്തിൻ്റെ ദേഷ്യം മാറ്റിയെടുക്കാൻ ഈ ഒരു ഫംഗ്ഷന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. ബാലമാമയുടെ ആ ഒരു തോന്നൽ ശരിയായി എന്നാ തോന്നുന്നത്. പക്ഷേ അമൃത, ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അമൃത പറയണേ, ചാരു നീ വെറുതെ വിഡ്ഢിത്തം കാണിക്കാതിരിക്കും. അമൃത, നീ ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രേയ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുമ്പോൾ അവളുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നീ അങ്ങ് മാറി നിൽക്ക് എന്ന് പറയണേ. അങ്ങനെ അമൃത മാറിയ ശേഷം മനസ്സിൽ ചിന്തിക്കുകയാണ് ചാരു. ആകാശിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ സ്വയം പറയുകയാണ്, അക്കുചേട്ടൻ എല്ലാവർക്കും വേണ്ടി ത്യാഗം ചെയ്തതല്ലേ, അക്കുചേട്ടൻ്റെ ഏട്ടന് വേണ്ടിയും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും വേണ്ടി. അതുകൊണ്ട് അക്കുചേട്ടൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഒരിക്കലും അക്കുചേട്ടൻ ത്യാഗം ചെയ്യരുത്. അക്കുചേട്ടൻ ശ്രേയയെ തന്നെ വിവാഹം കഴിക്കണം. എന്നിട്ട് അക്കുചേട്ടൻ സന്തോഷമായി ജീവിക്കണം. അതാണ് ഞാൻ എടുത്ത തീരുമാനം. അതുകൊണ്ട് ഞാൻ എല്ലാ സത്യവും ബാലമാമയോട് തുറന്നു പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്കും അശ്വതി ആകാശിനെ ചാരുവിൻ്റെ തൊട്ടടുത്ത് കൊടുന്ന് ഇരുത്താണ്. എന്നിട്ട് മാല എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ശ്രേയയുടെ കണ്ണിൽ ആ മാല കാണുന്നത്. മാല കണ്ടതോടുകൂടി പെട്ടെന്ന് ശ്രേയ അക്കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ ചാരു ശ്രേയയെ നോക്കുന്നുണ്ട്. അപ്പോൾ മാല കണ്ടതോടുകൂടി ആകാശും ശ്രേയയെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രേയ അന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ്. ആകാശിനെയും കൂട്ടി ശ്രേയ ഒരു ജ്വല്ലറിയിലേക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ ഒരു മാല സെലക്ട് ചെയ്യുന്നതും, കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ വീണ്ടും ഒരു താലികെട്ട് ചടങ്ങ് നടക്കുമല്ലോ, അന്ന് എനിക്ക് വേണ്ടി ആകാശ് എൻ്റെ കഴുത്തിൽ കെട്ടിത്തരേണ്ടത് ഈ ഒരു ഡിസൈനാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആ താലി കാണിച്ചു കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ ശ്രേയ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രേയ പറയാണ്, ഞാൻ ഈ മാലയിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു മാല ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ആകാശിന് ഏതാണെന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ ആകാശ് പറയണേ, ഞാനത് സെലക്ട് ചെയ്യാം, പക്ഷേ അതിൻ്റെ മുന്നേ നീ ഒന്ന് കണ്ണടച്ചേക്ക് എന്ന് പറയണേ. എന്നിട്ട് ആകാശ് ശ്രേയയുടെ മനസ്സിലുള്ള അതേ മാല തന്നെ സെലക്ട് ചെയ്ത് കണ്ണ് തുറക്കാൻ പറയണേ. എന്നിട്ട് പറയാം, നീ ഈ മാലയല്ലേ സെലക്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ശ്രേയ ചോദിക്കുകയാണ്, ആകാശ് നിനക്ക് എങ്ങനെ കൃത്യമായി എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഞാൻ ഈ മാലയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയാണ്, അതാണ് എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് പൂർണ്ണ
പൂർണ്ണമായും എനിക്കും അറിയാം എന്നുള്ളതിൻ്റെ തെളിവാണ് എന്ന് പറയട്ടെ. അങ്ങനെ ആ മാല സെലക്ട് ചെയ്ത് കൊടുത്തതിന് അത്രയും പേരുടെ മുന്നിൽ വെച്ച് ശ്രേയ ആകാശിന് ഒരു ഉമ്മ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രേയ വേദനയോടുകൂടി ഓർക്കുകയാണ്. എന്നിട്ട് ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആകാശ്, നീ എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നീ ചാരുവിനെ കണ്ടു തുടങ്ങി. അതിൻ്റെ തെളിവാണ് ഞാൻ ആഗ്രഹിച്ച എനിക്കിഷ്ടപ്പെട്ട മാല തന്നെ നീ ചാരുവിന് വേണ്ടി വാങ്ങിയിട്ടുള്ളത്. ആകാശ്, നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ ചാരുവിൻ്റെ കൂടെ ജീവിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാവും. സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ നിന്റെ അച്ഛനാവും നിന്നെ ആദ്യം കരണം നോക്കി പൊട്ടിക്കുന്നത്. അത് കഴിഞ്ഞ് നിന്റെ വീട്ടിലുള്ള എല്ലാവരും തന്നെ നിന്നെ വെറുക്കും. നിന്നെ ഈ കാണുന്ന എല്ലാവരും തന്നെ കാർക്കിച്ച് തുപ്പും. നീ എല്ലാവർക്കും മുന്നിൽ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കും. ആര് കരഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്നും ഓടിപ്പോവും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ശ്രേയ നിൽക്കുന്നത്. പിന്നെ ആകാശ് ചാരുവിൻ്റെ കഴുത്തിൽ മാല കെട്ടാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാല കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി അത് കെട്ടിക്കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്താണ് ചാരുവിൻ്റെ അച്ഛനും എളാമയും കൂടി വരുന്നത്. ശാന്തപ്പൻ മൂക്കറ്റം കള്ളും കുടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കുഞ്ഞുമോള് പറയുന്നുണ്ട്, നമ്മളെ അറിയിക്കാതെ ഈ താലികെട്ട് ചടങ്ങ് നടത്താൻ ഉദ്ദേശിച്ചത് അവർ. അതുകൊണ്ട് ഒരിക്കലും ഈ താലികെട്ട് ചടങ്ങ് നടക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഇത് എങ്ങനെയെങ്കിലും നിങ്ങൾ മുടക്കണം. എന്നിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളോടൊപ്പം തന്നെ ആ ചാരുവിനെയും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അവൾ ഇവിടെ നിൽക്കരുത്. അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അകത്തേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആകാശ് ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി മാല കെട്ടാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുകയാണ്. അങ്ങനെ കഴുത്തിലേക്ക് അങ്ങ് വെക്കുന്ന ആ സമയത്ത് തന്നെ കൃത്യസമയത്ത് തന്നെ ശാന്തപ്പനും കുഞ്ഞുമോളും അവിടെ എത്തുകയാണ്. എന്നിട്ട് ശാന്തപ്പൻ അലർച്ചയോട് കൂടി പറയാണ്, നിർത്തടാ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ട ഭാഗത്തേക്ക് എല്ലാവരും ഞെട്ടലോട് കൂടി നോക്കുകയാണ്. അതോടുകൂടി ശാന്തപ്പനെ കണ്ടപ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ആകാശ് ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാതെ ഇരിക്കുകയാണ്. അപ്പോൾ ആണെങ്കിലോ ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ശ്രേയാണെങ്കിൽ വേദനയോട് കൂടിയിട്ടാണ് അത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ കൃത്യസമയത്ത് തന്നെ ശാന്തപ്പനും കുഞ്ഞുമോളും അവിടെ എത്തുകയാണ്. ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.